ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇടവമാസം എത്തിക്കഴിഞ്ഞു. ഈ വർഷം മെയ് 15 മുതൽ ജൂൺ 10 വരെയാണ് 2026 ഇടവമാസം വരുന്നത്. ഈ ഇടവമാസത്തിൽ 31 തീയതികളുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ വ്യാഴമാറ്റം തന്നെയാണ്. ഇടവം 18 വ്യാഴം മിഥുനത്തിൽ നിന്നും ഉച്ചരാശിയായ കർക്കിടകത്തിൽ പ്രവേശിക്കും. പുണർതം 3-4 പാദങ്ങളിലായി വ്യാഴം സഞ്ചരിക്കുന്നു. ആദിത്യൻ ഇടവം രാശിയിലും കാർത്തിക, രോഹിണി, മകയിരം എന്നീ ഞാറ്റുവേലകളിലുമാണ്. ഇടവം 2 കറുത്ത വാവും ഇടവം 16 വെളുത്ത വാവും വരുന്നു. അതുപോലെ ശനി മീനം രാശിയിൽ തുടരുകയാണ്. ഇടവം 3 ഉത്രട്ടാതിയിൽ നിന്നും രേവതിയിലേക്ക് കടക്കും. രാഹു കേതുക്കൾ യഥാക്രമം കുംഭത്തിലും ചിങ്ങത്തിലുമായി തുടരുകയാണ്. ചൊവ്വ മേടം രാശിയിലാണ് ഈ മാസം മുഴുവൻ. ബുധൻ 15 വരെ ഇടവം രാശിയിലും തുടർന്ന് മിഥുനം രാശിയിലും സഞ്ചരിക്കും. ശുക്രൻ മാസത്തിൻ്റെ അവസാന ആഴ്ച വരെ മിഥുനത്തിലാണ്, ശേഷം കർക്കിടകത്തിൽ പ്രവേശിക്കുന്നതാണ്. അതുപോലെ ഈ ഗ്രഹനിലയെ മുൻനിർത്തിയാണ് വാരമാസഫലം കണക്കാക്കുന്നത്. ഇതൊരു പൊതുവായ സൂചന മാത്രമാണ്, നിങ്ങൾ ഓർക്കുക. ഒരു വ്യക്തിയുടെ ജന്മനക്ഷത്രം, യോഗങ്ങൾ, ദശാഭാരം എന്നിവയെല്ലാം അനുസരിച്ച് ഞാൻ ഈ പറയുന്ന ഫലത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും ഈ ഒരു പൊതുഫലം ഒരു സൂചനയായി കണക്കാക്കി നിങ്ങൾ ജാതക നിരൂപണം നടത്തി ദശാനാഥനെ പ്രീതിപ്പെടുത്തുകയും ഗ്രഹദോഷങ്ങൾ പരിഹരിക്കുകയും ചെയ്താൽ നല്ല സമയത്തിൻ്റെ ഗുണഫലങ്ങൾ പരമാവധി അനുഭവിക്കുവാനും മോശം സമയത്തെ തരണം ചെയ്യുവാനും ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ്. ഇനി അശ്വതി മുതൽ ആയില്യം വരെയുള്ള 9 നാളുകളിൽ ജനിച്ച ആളുകളുടെ ഇടവ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ആദിത്യൻ 2-ലും വ്യാഴം 3-ലും 4-ലും ശനി 12-ലും ചൊവ്വ ജന്മത്തിലുമായി സഞ്ചരിക്കുന്നു. പൊതുവെ സമ്മിശ്രമായ അനുഭവങ്ങൾക്ക് വളരെയധികം മുൻതൂക്കം ലഭിക്കുന്നതാണ്. നടപ്പാക്കണം എന്ന് നിങ്ങൾ ഉറപ്പിച്ചിരുന്ന കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകാം. ചില എതിർശബ്ദങ്ങൾ ഉയരുവാനും ഇടയുള്ള കാലമാണ്. അതുപോലെ ആകസ്മികമായി ചില ഭാഗ്യ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും ഈ സമയം നിങ്ങളുടെ ക്ഷോഭം വളരെയധികം നിയന്ത്രിക്കേണ്ട കാലമാണ്. പുതിയ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ എളുപ്പമായേക്കില്ല. അതുപോലെ ഗാർഹിക അന്തരീക്ഷം ഒട്ടാകെ സമാധാനപൂർണ്ണമാകും. നിലച്ചുപോയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടുവാൻ സാധിക്കും. അന്യനാട്ടിൽ ഉപരിപഠന സാധ്യത പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. മകന് വാഗ്ദാനം ചെയ്ത വാഹനം വാങ്ങി നൽകുവാൻ കഴിയും. അതുപോലെ ആരോഗ്യപരമായും വളരെയധികം ശ്രദ്ധ വേണ്ട സമയം കൂടിയാണ്. അശ്വതി നക്ഷത്ര ജാതകരായ നിങ്ങൾ ദോഷശമനത്തിനായി ഗണപതി ഭജനം നടത്തുക. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഗണപതിയെ ദർശിച്ച് പ്രാർത്ഥിക്കുക. നിത്യേന വീട്ടിൽ നെയ്വിളക്ക് കൊളുത്തി ഗണപതി അഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ശനി, ചൊവ്വ, രവി എന്നീ പാപഗ്രഹങ്ങൾ 12-ലും ജന്മത്തിലും 2-ാം ഇടത്തുമായി സഞ്ചരിക്കുകയാൽ നിങ്ങളുടെ എല്ലാവിധ കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതായത് സുലഭങ്ങൾ ദുർലഭങ്ങളാകും, ക്ഷോഭശീലം വർദ്ധിക്കും, സഹിഷ്ണുത കുറയുന്ന സ്ഥിതി ഉണ്ടാകും, അകാരണമായ സമ്മർദ്ദം ഉണ്ടെന്ന് തോന്നിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ബുധ ശുക്രന്മാർ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ പഠന മികവ്, തുടർ വിദ്യാഭ്യാസം ഇവ സാധ്യമാകും. അതുപോലെ പ്രണയിക്കുന്ന ആളുകൾക്ക് കാലം മോശമല്ല. ഗാർഹികമായ അന്തരീക്ഷം സമ്മിശ്രമായിരിക്കും. പെട്ടെന്ന് പിണങ്ങാനും ഇണങ്ങാനും ഇടയുണ്ട്. ധനപരമായി വളരെയധികം മെച്ചം പ്രതീക്ഷിക്കാം. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ വളരെയധികം കരുതലോടെ വേണം. ജാമ്യം നിൽക്കുന്നതിലും ജാഗ്രത ആവശ്യമാണ്. തുടങ്ങിയ ബിസിനസ് ഒരുവിധം മുന്നോട്ട് പോകുന്നതാണ്. എതിർപ്പുകളെ ന്യായവാദങ്ങളിലൂടെ വശത്താക്കുവാനും ഈ മാസം കഴിയുന്നതാണ്.
ഭരണി നക്ഷത്ര ജാതകരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശിവനെ ഭജിക്കുക. അതുപോലെ നാളിൽ ശിവങ്കൽ ഭസ്മ അഭിഷേകം നടത്തുക. ശ്രീകൃഷ്ണ സ്വാമിക്ക് തുളസിമാല ചാർത്തിച്ച് വെണ്ണ നിവേദ്യം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് കാർത്തിക നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ മാസാദ്യം ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നു. മേടരാശിക്കാർക്ക് ഏഴര ശനിയുടെ തുടക്കത്തിലാകിയാൽ പല കാര്യങ്ങളിലും സുഗമത കുറയുന്നതാണ്. ഇഷ്ടപ്പെട്ടവരുടെ ശത്രുത സമ്പാദിക്കേണ്ടി വരും. ഇടവരാശിക്കാർക്ക് ശനി അനുകൂലമാണെങ്കിലും ചൊവ്വയും ആദിത്യനും പ്രതികൂലരാണ്. ക്ഷോഭം വർദ്ധിക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നതാണ്. കൂടുതൽ യാത്രകളും തന്മൂലം ദേശക്ലേശവും വന്നെത്തും. സ്വന്തം സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മറ്റാരെങ്കിലും ഏൽപ്പിച്ചാലോ എന്ന് വിചാരിക്കുന്നതാണ്. കൃത്യനിഷ്ഠ കുറയും. ദിവസ ജോലിക്കാർക്ക് എന്നും ജോലി ലഭിക്കുന്നതാണ്. അതുപോലെ കമ്മീഷൻ ഏജൻസികൾ, ഈ ജോലിയിലുള്ള ആളുകൾക്ക് വളരെയധികം ധന നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ മക്കളുടെ ഉപരിപഠന കാര്യത്തിൽ വ്യക്തത വരുന്നതാണ്. പഠനത്തിന് യാതൊരു രീതിയിലുമുള്ള സാമ്പത്തികമായ തടസ്സങ്ങൾ ഉണ്ടാകില്ല. വിദ്യാർത്ഥികൾക്ക് മത്സരങ്ങളിലും പരീക്ഷകളിലും വളരെ വലിയ വിജയം നേടുവാനും കഴിയുന്ന കാലമാണ്. കാർത്തിക നക്ഷത്ര ജാതകരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി വിഷ്ണു ഭജനം നടത്തുക. വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല, വെണ്ണ ഇവ നൽകുക. അതുപോലെ നിങ്ങളുടെ നാളിൽ പാൽ പായസ നിവേദ്യത്തോടെ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും ഇരട്ടി ഫലം നൽകും. അടുത്തത് രോഹിണി നക്ഷത്ര ജാതകരാണ്. നിങ്ങളുടെ ജന്മത്തിൽ ആദിത്യനും 12-ൽ ചൊവ്വയും 4-ൽ കേതുവും സഞ്ചരിക്കുന്ന കാലമായതിനാൽ വളരെയധികം പ്രശ്നനിബിഡമായ കാലമാണ്. എന്നാൽ ഗുണ അനുഭവങ്ങൾ ശുക്രനും ബുധനും ശനിയും സമ്മാനിക്കുകയും ചെയ്യുന്നതാണ്. അലച്ചിൽ വർദ്ധിക്കും. യാത്രയുമായി ബന്ധപ്പെട്ട് വളരെയധികം ചെലവ് ഉയരുന്നതാണ്. നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ ഈ മാസം യാതൊരു രീതിയിലും പാലിക്കുവാൻ കഴിഞ്ഞെന്നു വരില്ല. അതുപോലെ 11-ലെ ശനി ധനാഗമത്തെ പുഷ്ടിപ്പെടുത്തും. പ്രശ്നങ്ങൾ ഉണ്ടായാലും തന്നെ അവയ്ക്കെല്ലാം തന്നെ ഒരു പോംവഴി തെളിഞ്ഞു കിട്ടുന്ന സ്ഥിതി വന്നു ചേരും. ഇടവം 18-ന് വ്യാഴം 3-ലേക്ക് മാറുകയാണ്. വിദ്യാഭ്യാസത്തിൽ പ്രതീക്ഷിച്ച കാര്യങ്ങളാവില്ല സംഭവിക്കുക. സഹായിക്കുവാൻ പലരും മുന്നോട്ട് വരുന്ന കാലം കൂടിയാണ്. വീട് മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു വീട്ടിലേക്ക് മാറുവാൻ സാധിക്കും. അതുപോലെ പുതിയ വാഹനം വാങ്ങുവാൻ യാതൊരു രീതിയിലും നിങ്ങൾക്കിപ്പോൾ ഗ്രഹാനുകൂല്യമില്ലാത്ത സമയമാണ്. ആരോഗ്യപരമായും വളരെയധികം പരിശോധനകൾ വേണ്ടിവരുന്ന കാലമാണ്. രോഹിണി നക്ഷത്ര ജാതകരായ നിങ്ങൾ ദോഷപരിഹാരത്തിനായി നാളിൽ ദേവീക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തിച്ച് തൊഴുതു പ്രാർത്ഥിക്കുക. സാധിക്കുന്നവർ ഭവനത്തിൽ നിത്യേന ദേവി മാഹാത്മ്യ പാരായണം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. ഇടവം മിഥുനം രാശിക്കാർക്ക് ഒരുപോലെ ആദിത്യ സഞ്ചാരം അനുകൂലമല്ല. ശനി ഇടവ രാശിക്കാർക്കും ചൊവ്വ മിഥുന രാശിക്കാർക്കും ഇഷ്ടഭാവത്തിലാണ്. ഉദ്യോഗസ്ഥർക്ക് അസംതൃപ്തി ഉണ്ടാകും. അതുപോലെ തന്നെ മേലധികാരികൾ ന്യായരഹിതമായി പെരുമാറുന്നതായി തോന്നുന്നതാണ്. സ്ഥലം മാറ്റ സാധ്യത യാതൊരു രീതിയിലും തള്ളിക്കളയുവാനാകില്ല. ഇടവരാശിക്കാർക്ക് രോഗചികിത്സ ഫലവത്താകും. പാരമ്പര്യ തൊഴിലിൽ ഉയർച്ച വന്നെത്തുന്നതാണ്. മിഥുന രാശിക്കാർക്ക് ഭൂമിയിൽ നിന്നും ആദായം വർദ്ധിക്കും. ഗൃഹനിർമ്മാണം തടസ്സപ്പെടില്ല. അതുപോലെ വ്യവഹാരത്തിൽ അനുകൂലമായ വിധിക്ക് സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ച നിങ്ങൾക്ക് അനിവാര്യമായി വരും. കിടപ്പ് രോഗികൾക്ക് വളരെയധികം ആശ്വാസം ഭവിക്കുന്നതാണ്. ധനാഗമം മോശമാകില്ല. അതുപോലെ ആഡംബര ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് വിഘ്നം ഉണ്ടായാൽ പോലും ഇണക്കം തുടരുന്ന മാസമാണ്. മകയിരം നക്ഷത്ര ജാതകരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ജന്മനാളിൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗണപതി ഹോമം നടത്തിക്കുക. അതുപോലെ നിത്യേന ഭവനത്തിൽ ഗണപതി അഷ്ടോത്തര ജപം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 12-ലും ചൊവ്വ 11-ലും സഞ്ചരിക്കുന്നു. കണ്ടക ശനിക്കാലം തുടരുന്ന സമയമാണ്. വ്യാഴമാറ്റം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമാണ്. സ്വയം നിശ്ചയിച്ച കാര്യങ്ങൾ തടസ്സപ്പെട്ടാലും പിന്നീട് ഇവയെല്ലാം നേടിയെടുക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം വൈകാം. സംഘടനകളിലെ എതിർപ്പുകളെയെല്ലാം തന്നെ തള്ളിക്കളഞ്ഞ് മുന്നേറുവാൻ കഴിയുന്നതാണ്.
പൊതു സംരംഭങ്ങൾ തുടങ്ങുവാൻ സർക്കാരിൽ നിന്നും ചില തടസ്സങ്ങൾ വന്നു ചേരും. മികച്ച പരീക്ഷാ വിജയം, ഉന്നത പഠനം എന്നിവ ഇടവമാസ ഫലങ്ങളിൽ നിങ്ങൾക്ക് വന്നു ചേരും. കടബാധ്യതകൾ ഭാഗികമായി തീർക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ ഭൂമി വാങ്ങുവാനോ വിൽക്കുവാനോ ഉള്ള സാധ്യതയുണ്ട്. വിനോദയാത്രയോ തീർത്ഥാടനമോ ഉണ്ടാകും. അതുപോലെ പ്രണയാനുഭവങ്ങൾ വന്നു ചേരും. അവിവാഹിതരുടെ വിവാഹ ശ്രമങ്ങൾ പുഷ്ടിപ്പെടുന്ന കാലം കൂടിയാണ്. അതുപോലെ തിരുവാതിര നക്ഷത്ര ജാതകരുടെ ഇഷ്ടദേവൻ ശിവനാണ്. ഏതൊരു പ്രവൃത്തിയും ശിവസ്മരണയോടെ ചെയ്യുക. അതുപോലെ രാഹുവിനെയും സർപ്പദൈവങ്ങളെയും ആരാധിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. ജന്മനാളിൽ രാഹുവിനെ ആരാധിക്കുന്നത് ഇരട്ടി ഫലം സമ്മാനിക്കുവാൻ ഇടയാകുന്നതാണ്. അടുത്തത് പുണർതം നക്ഷത്ര ജാതകരാണ്. ഗ്രഹങ്ങളിൽ ചിലത് നിങ്ങൾക്ക് അനുകൂലമാണ്. അതുപോലെ കണ്ടകശനിയും 12 ആദിത്യനും ജന്മവ്യാഴവുമുണ്ട്. ഇവ വിഘ്നകാരികളാണ്. ലക്ഷ്യം നേടുവാൻ വളരെയധികം പരിശ്രമം തുടരേണ്ട കാലമാണ്. പുതിയ കാര്യങ്ങൾ ഭാഗികമായി ആരംഭിക്കുവാൻ സാധിക്കും. അതുപോലെ സർക്കാർ കാര്യങ്ങൾ സംബന്ധിച്ച് വളരെയധികം തടസ്സങ്ങൾ അനുഭവപ്പെടുന്നതാണ്. ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും. എന്നാൽ ഉപഭോക്താക്കളെ ആകർഷിക്കുവാൻ പരസ്യത്തിൻ്റെ പിന്തുണ അനിവാര്യമാകുന്നതാണ്. സുഹൃത്തുക്കൾ നിർലോഭമായ സഹകരണം സമ്മാനിക്കും. അന്യദേശ യാത്രകൾ ഉണ്ടാകും. അതുപോലെ മിഥുന രാശിക്കാർക്ക് ഇടവം 18 വ്യാഴമാറ്റം വളരെയധികം ഗുണകരമാണ്. ഭൂമിയോ വസ്തുവോ ക്രയവിക്രയം നടന്നു കിട്ടും. അതുപോലെ ആരോഗ്യപരമായി ചികിത്സകൾ നിർത്തുവാൻ സാധിക്കുന്ന സമയമല്ല. പുണർതം നക്ഷത്ര ജാതകരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി ശാസ്താഭജനം നടത്തുക. അതുപോലെ ശാസ്താവിങ്കൽ ദർശനം നടത്തി എള്ളു പായസം നിവേദ്യം, പുഷ്പാഞ്ജലി ഇവ നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് പൂയം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 11 സഞ്ചരിക്കുന്നത് വളരെയധികം നിങ്ങൾക്ക് ഗുണകരമാണ്. ഔദ്യോഗികമായ വളർച്ചയും തൊഴിലിടത്തിൽ സമാധാനവും ഉണ്ടാകും. പരീക്ഷകളിലും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുവാൻ കഴിയും. അതുപോലെ മേലധികാരിയുടെ പ്രോത്സാഹനം കിട്ടുന്നതാണ്. സംഘടനകളിൽ നിങ്ങളുടെ പദവി ഉയരും. 12 സഞ്ചരിക്കുന്ന വ്യാഴം മാസപ്പകുതിക്ക് ശേഷം ജന്മരാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതിനാൽ തന്നെ വളരെയധികം സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായി വളർച്ച കുറയുന്ന കാലമാണ്. എന്നാൽ ന്യായമായ ആവശ്യങ്ങളെല്ലാം തന്നെ നടന്നു കിട്ടും. സുഖഭോഗങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്നതാണ്. വിദ്യാർത്ഥികളുടെ ഉപരിപഠനത്തിൽ യാതൊരു രീതിയിലുമുള്ള തടസ്സങ്ങൾ ഉണ്ടാകില്ല. കിടപ്പ് രോഗികൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകും. അഷ്ടമത്തിൽ രാഹുവും 9 ശനിയുമുള്ളത് ദുരാരോപണങ്ങൾ ഉയർത്തുവാനിടയുള്ള കാലമാണ്. പൂയം നക്ഷത്ര ജാതകരായ നിങ്ങൾ ഗുണവർദ്ധനവിനും ദോഷശമനത്തിനുമായി സുബ്രഹ്മണ്യ ഭജനം നടത്തുക. ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുത്ത് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഗുണകരമാണ്. അടുത്തത് ആയില്യം നക്ഷത്ര ജാതകരാണ്. ആദിത്യൻ 11 ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ കർമ്മ മേഖലയിൽ വളരെയധികം ഉണർവുണ്ടാകും. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ കഴിയുന്നതാണ്. കഴിവുകളെ ആർക്കും തള്ളിക്കളയുവാനാകില്ലെന്ന സ്ഥിതി വന്നു ചേരും. അതുപോലെ വായ്പകളോ പാരമ്പര്യ സ്വത്തോ ലഭിച്ചു കിട്ടും. ബുധശുക്ര സഞ്ചാരം പഠനത്തിൽ മികവ്, ദാമ്പത്യ സൗഖ്യം എന്നിവയ്ക്ക് കാരണമാകും. വ്യാഴം 12 ജന്മത്തിലുമായി സഞ്ചരിക്കുന്നു. അതായത് സന്താനങ്ങൾക്ക് വളരെയധികം ഗുണങ്ങൾ ഉണ്ടാകും. സൽചിന്തകൾ വർദ്ധിക്കുന്നതാണ്. ധനാഗമനത്തിനുള്ള വളരെയധികം വഴികൾ തുറന്നു കിട്ടും. നിങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ എല്ലാം തന്നെ നടന്നു കിട്ടുന്ന സമയമാണ്. എന്നാൽ ചിലവിൽ നിയന്ത്രണം അനിവാര്യമാണ്. അതുപോലെ ഭൂമി വിൽപ്പനയ്ക്ക് പറ്റിയ ഒരു കാലമല്ല. വാഹനം വാങ്ങുന്നതിൽ നല്ല തീരുമാനമുണ്ടാകും. പ്രത്യേകിച്ചും പ്രണയ അനുഭവങ്ങൾ ഹൃദയബന്ധമാകുന്ന സമയം കൂടിയാണ്. ആയില്യം നക്ഷത്ര ജാതകരായ നിങ്ങൾ ദോഷശമനത്തിനായി ഗണപതി ഭജനം നടത്തുക. ഭവനത്തിൽ ഗണപതി സങ്കല്പത്തിൽ ഭജിക്കുക. അതുപോലെ നാളിൽ ഗണപതി ഹോമം നടത്തുന്നതും ഇരട്ടി ഫലം സമ്മാനിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.